ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രോവേർട്ടായ ആളുകളിൽ പലരും അവരുടെ ജീവിതത്തിൽ സക്സസ്സായി മാറാനും അവരുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതായത് ഇൻട്രോവേർട്ട് എന്ന മാനസികാവസ്ഥ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും വേണ്ടത്ര രീതിയിലുള്ള ഗ്രോത്തോ സക്സസ്സോ നേടിയെടുക്കാനായിട്ട് പല ആളുകൾക്കും സാധിക്കാറില്ല. സോ ആ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇൻട്രോവേർട്ടായ ആളുകളെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായി മാറാൻ സഹായിക്കാത്ത, അവരെ പരാജിതരായി തന്നെ നിലനിർത്തുന്ന, അവരിലുള്ള അവരുടേതായ ചില മോശ ആറ്റിറ്റ്യൂഡുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതിനർത്ഥം ഇൻട്രോവേർട്ടായ ആളുകൾക്ക് ഒരിക്കലും അവരുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നല്ല. നമ്മൾ മനുഷ്യരെല്ലാവർക്കും പല ക്വാളിറ്റീസ് ഉള്ളതുപോലെ തന്നെ പല നെഗറ്റീവായ വശങ്ങളും ഉണ്ട്. സോ ഇത് ഇൻട്രോവേർട്സിന് മാത്രമല്ല, നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പക്ഷേ ഇത് ഇൻട്രോവേർട്സിനെ കുറിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അവരുടെ പോരായ്മകളെക്കുറിച്ചും ഇൻട്രോവേർട്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തുകൊണ്ടാണ് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും ആശിച്ച രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കാത്തത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടാകാം. സോ എല്ലാ ഇൻട്രോവേർട്സും പരാജിതരാണെന്നോ അവർക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നോ തെറ്റിദ്ധരിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പല പ്രശ്നങ്ങളെയും പല പോരായ്മകളെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറ്റുകയും മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനും ഇപ്പോഴും നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാനായി ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാനും തിരുത്തിയെടുക്കാനും ശ്രമിക്കുക. നമ്പർ 1, ലിമിറ്റഡ് സോഷ്യൽ നെറ്റ്വർക്ക്. യെസ്, നമ്മളെല്ലാവർക്കും അറിയാം, ഇൻട്രോവേർട്ടായ ആളുകൾ കൂടുതലും ചെറിയ സോഷ്യൽ സർക്കിളാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് വലിയ രീതിയിലുള്ള സോഷ്യൽ സർക്കിളുകൾ ഇൻട്രോവേർട്ടായ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകില്ല. അതുപോലെ ഇത് അവർക്ക് ഒരുപാട് അലോസരം ഉണ്ടാക്കുകയും അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാം. സോ ഇത്തരം മെൻറ്റാലിറ്റി വെച്ച് പുലർത്തുന്നത് പലപ്പോഴും നമ്മളെ വ്യക്തിപരമായും സാമൂഹികപരമായും ജോലി സംബന്ധമായും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒട്ടുമിക്ക പേരും ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റുകയും ഒരുപാട് ഗ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്തു തന്നെയാണെങ്കിലും എല്ലാവരും ഇത്തരത്തിൽ മാറിയിട്ടുണ്ടായിരിക്കണം എന്നില്ല. സോ ഇത്തരത്തിൽ ഇപ്പോഴും സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിനെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനെ മനസ്സിലാക്കുകയും ഇത്തരം കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സ്കില്ലുകൾ വളർത്തിയെടുക്കാനും ശ്രമിക്കുക. പലരും ഇപ്പോഴും അവരുടേതായ കംഫർട്ട് സോണിനുള്ളിൽ ഒതുങ്ങിക്കിടക്കുകയും അതിൽ തന്നെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇത്തരം ചെറിയ സർക്കിളിനുള്ളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ബെറ്ററാക്കി മാറ്റാനും സാധിച്ചെന്ന് വരില്ല. നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവും സാമൂഹികപരവുമായ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും എല്ലാം കൊടുക്കേണ്ടതാണ്. എന്തെന്നാൽ നമ്മളെല്ലാവരും ഒരു സോഷ്യൽ അനിമൽ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ കണക്ഷൻ ഇല്ലാതെ നമുക്കൊരിക്കലും ഗ്രോ ചെയ്യാനായി സാധിക്കില്ല. സോ നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്പർ 2, ഡിഫിക്കൽറ്റി വിത്ത് സെൽഫ് പ്രൊമോഷൻ. ഇൻട്രോവേർട്ടായ ആളുകൾക്ക് അവരെയോ അവരുടെ നേട്ടങ്ങളെയോ മറ്റുള്ളവരുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കുന്നതും അത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വളരെ അരോചകമായി തോന്നുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരത്തിലുള്ള മെൻറ്റാലിറ്റി പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ എളിമയും സിംപ്ലിസിറ്റിയും എല്ലാമായി മാറുമെങ്കിലും പലപ്പോഴും പല മത്സരാധിഷ്ഠിതമായ സാഹചര്യങ്ങളിൽ ഇത് പലപ്പോഴും നിങ്ങളുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതായത് പല സാഹചര്യങ്ങളിലും പല മേഖലകളിലും നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മളുടെ ക്വാളിറ്റീസിനെയും നമ്മളുടെ ഇമ്പോർട്ടൻസും മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കേണ്ടതായും വരും. സോ ഇത്തരം സാഹചര്യങ്ങളിൽ അതിനോട് മടിയോ ലജ്ജയോ തോന്നുകയാണെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ തന്നെ ഇത് ബാധിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ നേട്ടങ്ങളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിയിക്കുന്ന കാര്യത്തിൽ വീക്കാണെങ്കിൽ അതിനെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. പല ഇൻ്റർവ്യൂസും പല ജോലികളും പല ബിസിനസ് ഡീൽസും എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്നവയാണ്. സോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാത്ത പക്ഷം ആരും തന്നെ നമ്മളുടെ ക്വാളിറ്റീസോ നമ്മളുടെ ഇമ്പോർട്ടൻസോ അറിയാനോ നമുക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകാനോ പോകുന്നില്ല. അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന രീതിയിലുള്ള പഴഞ്ചൊല്ലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഉദാഹരണവും.